നമസ്കാരം ഗൈസ്, ക്വിക്കായിട്ടുള്ള സ്പെസിഫിക്കേഷൻ റിവ്യൂ ആണ്. സാംസങ് ഗാലക്സി M55 5G. ഈയിടെയായിട്ട് സാംസങ് നല്ല ഫോണുകൾ ഇറക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ചെറുതായിട്ട് പ്രൈസ് കൂടുതലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇത് നേരെ പോയി ചാടി കയറി എടുക്കാൻ നിൽക്കരുത്. കാരണം ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 8128 27,000 രൂപയും, ഈ 256-ന് 29,999, അതായത് 30,000 രൂപയും, 12256-ന് 33,000 രൂപയുമാണ്. 2,000 രൂപ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നുണ്ട് എല്ലാ ബാങ്കിൻ്റെ കാർഡുകളിലും. സോ എഫക്റ്റീവ് പ്രൈസ് 24,999 രൂപയാണ് നമുക്ക് 8128-ന് കിട്ടുന്നത്. എന്നാലും നിങ്ങൾക്ക് 5,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 256-ൻ്റെ കിട്ടുള്ളൂ. അതായത് 256-ന് 30,000 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. അത് 2,000 രൂപ കുറച്ചാൽ ഏകദേശം 3,000 രൂപ കൂടുതൽ കൊടുക്കണം. എന്നാലും നിങ്ങൾക്ക് 256 കിട്ടുള്ളൂ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പെട്ടീൻ്റെ അകത്ത് ചാർജർ വരുന്നില്ല. സോ നിങ്ങൾ ഏകദേശം 2,000 രൂപ കൊടുത്തിട്ട് വേണം ചാർജർ വാങ്ങാൻ. കാരണം ഈ ഫോണിൽ നല്ല കാര്യമാണ്, 45 വാട്ട്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് M സീരീസിൽ 45 വാട്ട്സ് സാംസങ് കൊണ്ടുവരുന്നത്. പക്ഷേ സപ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, സാധനം വാങ്ങണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. സോ നിങ്ങൾ എങ്ങനെയായാലും ഫോൺ എടുത്ത് വരുമ്പോഴേക്ക് ഇപ്പോൾ 25,000-ൻ്റെ ബേസ് വേരിയൻ്റ് എടുത്താലും ശരി 27,000 28,000 രൂപയാവും. ഇനി നിങ്ങൾ 27,000-ന് എടുത്താൽ ഏകദേശം 30 റുപ്യേൻ്റെ റേഞ്ചിലേക്ക് വരും. സോ നിങ്ങൾ എടുക്കുന്ന നേരം കുറച്ചുകൂടി വില കുറയാൻ ശ്രമിക്കുക. കാരണം ബാക്കി സ്പെസിഫിക്കേഷൻസ് ഞാൻ പറയാം. ഡിസൈൻ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഡെനിം ബ്ലാക്ക്, ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന 2 കളേഴ്സിലാണ് വരുന്നത്. പിന്നെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ സാംസങ്ങിൻ്റെ സ്ഥിരം വരുന്ന അതേ ഡിസൈൻ, ഒരു മാറ്റമില്ല. ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ്, കുറച്ച് മാറ്റ് പോലത്തെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ്സ് മഡ്ജസ് ഒന്നും അധികം വരത്തില്ല. 180 ഗ്രാമാണ് വെയിറ്റ്, 7.8 mm ആണ് തിക്നെസ്, 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സമയത്ത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിം കാർഡ് ഇടാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് 120 എടുത്താലും വലിയ കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ. പക്ഷേ മെമ്മറി കാർഡ് ഒരു ഫോണിൽ ഉപയോഗിക്കാത്തതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ലത്. കാരണം ഫോൺ സ്ലോ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർന്നത്. ടെക് റിലേറ്റഡും ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിൽ ബെല്ലൈക്കൺ നടത്താനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇനി ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഫ്ലാറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ബെസൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ ആമോലെഡ് സ്ക്രീനാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സാധാരണ പാനലാണ്, അതായത് 10 ബിറ്റ് അല്ല 8 ബിറ്റിൻ്റെ നോർമൽ പാനലാണ് കൊടുത്തിരിക്കുന്നത്. HDR 10+ സപ്പോർട്ട് വരുന്നുണ്ട്, പക്ഷേ നെറ്റ്ഫ്ലിക്സിലില്ല, യൂട്യൂബിലുണ്ട്. വൈഡ് ബാൻഡ് L1 ഒക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്, അതും വലിയ കുഴപ്പമില്ല. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫൈഡും ആണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് സാംസങ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നല്ല, ഏതൊരു പ്രൈസ് റേഞ്ചിലായാലും അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ തന്നെയാണ് തരാറുള്ളത്. ഈ തന്നിരിക്കുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും നല്ലതായിരിക്കും, ഡിസ്പ്ലേയും നല്ലതായിരിക്കും. സാംസങ് ആണ്, എന്തായാലും നല്ലതായിരിക്കും, അതിലൊന്നും വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അടുത്ത കാര്യത്തിലാണ് ചെറിയൊരു വിഷയം. അതായത് സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒന്നും അല്ലത്. മാത്രമല്ല 30,000 രൂപയ്ക്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ചിപ്സെറ്റും അല്ല. ഏകദേശം 5,87,000 അതിൻ്റെ സ്കോർ വരുന്നുള്ളൂ. LPDDR4X ആണ്, UFS 3.1 ഉണ്ട്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് റീഡ് റൈറ്റ് സ്പീഡ്സ് ഒക്കെ UFS 2.2-ൻ്റെ ആ ഒരു സാമ്യതയിലേ കിട്ടുന്നുള്ളൂ. 5000 mAhന്റെ നോർമൽ ബാറ്ററിയാണ് വരുന്നത്. അധികം ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കരുത്, സാംസങ്ങിൻ്റെ ഫോണാണ്, കുറച്ച് ഹീറ്റ് ആവാനും സാധ്യതയുണ്ട്. ആൻഡ് 45 വാട്ട്സിൻ്റെ വൈഡ് സപ്പോർട്ട് വരുന്നുണ്ട്, പക്ഷേ പെട്ടിയിൽ സാധനം വരുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഇനി 80% CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് സ്കോറുകൾ കിട്ടുന്നത്. എന്നാലും കുറച്ച് എന്തായാലും ഹീറ്റ് ആവാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഡീസൻ്റ് ആണ് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ. 60 FPS-ൻ്റെ BGMI COD കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് കണക്കാക്കരുത്. ഇതൊരു നോർമൽ യൂസിനും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനും മൾട്ടിമീഡിയയ്ക്കും മാത്രം കണക്കാക്കുക. പക്ഷേ എന്നാലും വാല്യൂ ഫോർ മണി കൺസെപ്റ്റിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1UI 6.1 ബേസ്ഡ് ഓൺ Android 14 ആണ് വരുന്നത്. 4 yearsൻ്റെ Android അപ്ഡേറ്റ്, 5 yearsൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. അത് സമയത്തിന് കിട്ടുകയും ചെയ്യും, 1UI ആയതുകൊണ്ട്, സാംസങ് ആയതുകൊണ്ട്. അതാണ് ഈ ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം 4 yearsൻ്റെ Android അപ്ഗ്രേഡ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് ആരും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരാത്തതാണ്. പ്രൈസ് റേഞ്ചിൽ എന്നല്ല, അധികം പ്രൈസ് റേഞ്ചിലും 3 വർഷമൊക്കെ കൊടുക്കുന്നുള്ളൂ. പിന്നെ പിക്സലാണ് കുറച്ചുകൂടി പ്രൈസ് കൂടിയ ഫോണുകളിൽ കൊടുക്കുന്നത്. സോ അതൊരു നല്ലൊരു പോസിറ്റീവാണ്. കാരണം നമുക്ക് കുറച്ച് കാലത്തേക്ക് ഫോൺ നല്ലോണം ഉപയോഗിക്കാൻ പറ്റും. 5 yearsൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും, അതും സമയത്ത് കിട്ടും. പിന്നെ ബ്ലോട്ട്വെയറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട്വെയർ 7 ടാപ്പുകൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആഡുകൾ, നോട്ടിഫിക്കേഷൻ, ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. 1UI ഞാനും എൻ്റെ വീട്ടിൽ 2 ഉണ്ട്. അപ്പോൾ ഇതിലും കൂടി പറയാം, 1UI വലിയ കുഴപ്പമൊന്നുമില്ല, വെറുപ്പിക്കലൊന്നുമില്ല.
അപ്പം അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ആയിരിക്കും. നോക്സ് സെക്യൂരിറ്റി വരുന്നുണ്ട്, പിന്നെ ടാപ്പ് പേൻ്റെ ഫീസ്, സാംസങ് പേ, അതായത് NFC സപ്പോർട്ട് വരുന്നുണ്ട്. സോ ടാപ്പ് ആൻഡ് പേ ഉള്ള സംഭവം വരുന്നുണ്ട്. പിന്നെ സെക്യൂർ ഫോൾഡർ വരുന്നുണ്ട്. കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ നേറ്റീവ്ലി വരുന്ന ഒരു കമ്പനിയാണ്. അതായത് നമുക്കിങ്ങനെ വിളിച്ച് പറയാത്ത കോൾ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ Wi-Fi 6, Bluetooth 5.3 ആണ് വരുന്നത്. NFC വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. 13 5G ബാൻഡ്സ്, 5G സപ്പോർട്ടഡ് ആണ്. 5G വോയിസ് ഓവർ ന്യൂ റേഡിയോ സപ്പോർട്ട് ഉണ്ട്. ONR സപ്പോർട്ടും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് അൺലോക്കും വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 50 മെഗാ ഒരു പ്രൈമറി ക്യാമറ വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 2 MB ഒരു മാക്രോ ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയും 50 മെഗാ 50 മെഗാ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് സെൽഫി ക്യാമറ. അത് നല്ല കാര്യമാണ്, അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കിട്ടും. ഇനി ബാക്കിലും ഫ്രണ്ടിലും 4K 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്, കാരണം സെൽഫിയിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഫീച്ചർ വളരെ ചുരുക്കം ഫോണുകളിൽ മാത്രമേ കിട്ടാറുള്ളൂ. സാംസങ് അത് അധികവും നൽകാറുണ്ട്, പറ്റുമെങ്കിൽ നൽകാറുണ്ട്. അപ്പം അതൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. മാത്രമല്ല ക്യാമറ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക. കാരണം സാംസങ് ഒരു പ്രൈസ് റേഞ്ചിലായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ക്യാമറ സെറ്റപ്പാണ് കൊടുക്കാറുള്ളത്. അതായത് സെറ്റപ്പിൽ നമുക്ക് ഹാർഡ്വെയർ വൈസ് ചിലപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റിക്കോളന്നില്ല, പക്ഷേ എന്നാലും സോഫ്റ്റ്വെയർ വൈസ് അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ക്യാമറയും നല്ലതായിരിക്കും. എനിക്ക് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഞാൻ കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോൺ ഇപ്പോൾ എടുക്കരുത് എന്നാണ് ഞാൻ പറയുക. കാരണം 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 828 എടുത്താലും ശരി, നിങ്ങൾക്ക് 2,000 രൂപയുടെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ചാർജർ വാങ്ങാൻ. ചാർജർ വാങ്ങി കഴിയുമ്പോഴേക്ക് ഇതൊരു വാല്യൂ ഫോർ മണി എന്നുള്ള പരിപാടിയിലേക്കൊന്നും വരാൻ പോകുന്നില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ്. പക്ഷേ അത് നിങ്ങൾക്കൊരു വിഷയമല്ല എങ്കിൽ നിങ്ങൾക്ക് നോർമൽ യൂസ് മതി. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ വേണം, പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൾട്ടിമീഡിയ അത്യാവശ്യം നല്ലത് തന്നെയാണ്. അങ്ങനെ ഓവറോൾ സെറ്റപ്പ് മതിയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ബേസ് വേരിയൻറ്റ്. കാരണം ടോപ്പ് വേരിയൻറ്റിലെ പോകുന്ന സമയത്ത് 256 വരുന്ന സമയത്ത് തീരെ വാല്യൂ ഫോർ മണി അല്ല. കാരണം ഇതിൽ നല്ല ഫോണുകൾ ഒരുപാട് കിട്ടാനുണ്ട്. പോക്കോ X6 Pro ആയാലും ശരി, പിന്നെ OnePlus Nord CE4 ആയാലും ശരി, പിന്നെ നത്തിങ് ഫോൺ 2A ഇതിനേക്കാളും കുറച്ചും കൂടി വാല്യൂ ഫോർ മണിയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെ ഏതൊക്കെ നോക്കിയാലും കുറച്ചുകൂടി നല്ല വാല്യൂ ഫോർ മണി കൺസെപ്റ്റിൽ ഒരുപാട് ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ വരാനുണ്ട്. സോ അതിലേക്ക് കൂടി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലേക്ക് നടത്താനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ ഫോളോ ചെയ്യാമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.